ഫ്രോഗിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ സെക്ഷുവൽ ഫീച്ചേഴ്സ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സെക്സസ് സെപ്പറേറ്റ് ആണ്, ദാറ്റ് മീൻസ് ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. മെയിൽ ഫ്രോഗ് ഉണ്ട്, ഫീമെയിൽ ഫ്രോഗ് ഉണ്ട്. സെക്ഷുവൽ ഡയമോർഫിസം വളരെ പ്രോമിനൻ്റ് ആണ്. ഫീമെയിൽ മെയിലിനേക്കാളിലും സൈസ് വൈസ് വളരെ വലുതായിരിക്കും. പിന്നെ സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് ഫീമെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫിംഗറിൽ ഫോർ ലിംബിൽ ഒരു നപ്ഷ്യൽ പാഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മെയിൽസിന് കാണും. അതുപോലെ തന്നെ ബ്രീഡിംഗ് സീസണിൽ വോക്കൽ സാക്സ് എന്ന് പറയുന്ന സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് മെയിൽ ഫ്രോഗ്സിൽ എക്സിസ്റ്റ് ചെയ്യും. ദെൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിൽ വെച്ചിട്ടാണ് സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നത്. അതാണ് പിന്നീട് ഫർദർ ഡെവലപ്പ് ചെയ്ത് ഓർഗാനിസമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്, അതായത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ലാർവൽ സ്റ്റേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലാർവൽ ഫോമിന് പറയുന്ന പേരാണ് ടാഡ്പോൾ. ടാഡ്പോള് എക്സ്ക്ലൂസീവായിട്ട് അക്വാട്ടിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോമാണ്. പക്ഷേ ഇതിൻ്റെ അഡൽട്ട് ഫോം എന്ന് പറയുന്നത് ലിംഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്, ടെയിൽലെസ് വെറൈറ്റിയാണ്. അതിന് ഡ്യുവൽ ലൈഫിന് കേപ്പബിലിറ്റി ഉണ്ട്. അത് അക്വാട്ടിക് എൻവയോൺമെൻറ്റിലും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിലും എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു പെയർ ടെസ്റ്റിസ് ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ടെസ്റ്റിസിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പേം പ്രൊഡക്ഷൻ ആണ്. മെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിസ് എന്ന് പറയുന്ന കൊണാഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പൊസിഷൻ കിഡ്നിയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് അവ കാണപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പെയർ ടെസ്റ്റിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടും കിഡ്നിയുടെ ആൻറ്റീരിയർ പ്രൊഫൈലിൽ അറ്റാച്ച് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. ഇതിനകത്ത് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള അനാട്ടമി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മൈന്യൂട്ടായിട്ടുള്ള ട്യൂബുലാർ നെറ്റ്വർക്ക്സ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ട്യൂബ്യൂൾസിന് പറയുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് ആക്ച്വലി സ്പേം ഡെവലപ്പ് ചെയ്യുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഉണ്ടാകുന്ന സ്പേംസ് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള വേറെ അഡീഷണൽ ട്യൂബുലാർ സിസ്റ്റം ഉണ്ട്. അങ്ങനെയുള്ള ട്യൂബുലാർ സിസ്റ്റമാണ് വാസ് എഫറൻഷ്യ എന്ന് പറയുന്നത്. അത് ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് സ്പേമിനെ ക്യാരി ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് ടെസ്റ്റിസ്, അതിനകത്താണ് സെമിനിഫറസ് ട്യൂബിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് സ്പേമിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂബ്സ് ആണ് വാസ് എഫറൻഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും വാസ് എഫറൻഷ്യ കാണാൻ സാധിക്കും. പിന്നീട് വാസ് എഫറൻഷ്യയിൽ നിന്ന് ഇത് യൂറിറ്റർ എന്ന് പറയുന്ന ട്യൂബിലേക്കാണ് കണക്റ്റഡ് ആകുന്നത്. ഈ യൂറിറ്റർ എന്ന് പറയുന്ന ട്യൂബിലേക്ക് തന്നെയാണ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആയിട്ടുള്ള യൂറിനും പാസ് ചെയ്യപ്പെടുന്നത്. കിഡ്നിയുടെ ആ പ്രോഡക്ട്സും ഈ പർട്ടിക്കുലർ ട്യൂബിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു യൂറിനോ ജെനിറ്റൽ ഡക്റ്റായിട്ട് യൂറിറ്റർ ആക്ട് ചെയ്യും. ഇനി ഈ യൂറിറ്ററിനകത്ത് അതിൻ്റെ ഡിസ്റ്റൽ പോർഷൻ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ പ്രോക്സിമൽ പോർഷൻ നോക്കുകയാണെങ്കിൽ സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡുലാർ പോർഷൻ കാണാൻ സാധിക്കും. ഈ സെമിനൽ വെസിക്കിളിൻ്റെ ഫങ്ഷൻ സ്പേം ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴേക്കിന് അതിന് പ്രോപ്പർ നറീഷ്മെൻറ്റ് കൊടുക്കുന്ന ആ ന്യൂട്രിറ്റീവ് ഫ്ലൂയിഡ് ആയിട്ടുള്ള സെമൻ സെക്രീറ്റഡ് ആവും. ആ സെമൻ ഈ സ്പേമുമായിട്ട് മിക്സ്ഡ് ആവും. അപ്പോൾ ഇതാണ് സെമിനൽ വെസിക്കിളിൻ്റെ ഫങ്ഷൻ. ഫൈനലി യൂറിറ്ററിൽ കൂടെ സ്പേം പാസ് ചെയ്ത് അത് ക്ലോയേക്ക എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ചേംബറിൽ എത്തും. ക്ലോയേക്ക എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ചേംബറാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും ഒക്കെ പ്രോഡക്ട്സ് ഈ പർട്ടിക്കുലർ ചേംബറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഫൈനലി ക്ലോയേക്കൽ അപ്പർച്ചർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഓപ്പണിംഗ് വഴി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്പേം പുറത്തേക്ക് റിലീസ്ഡ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒരു പെയർ ടെസ്റ്റിസ് ആണ് മേജർ ഓർഗൻ. അത് കിഡ്നിയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ട്യൂബുലാർ നെറ്റ്വർക്ക് ഉണ്ട്. അതിനെയാണ് സെമിനിഫറസ് ട്യൂബിൾസ് എന്ന് പറയുന്നത്. ഈ സെമിനിഫറസ് ട്യൂബിൾസിലാണ് സ്പേം ഡെവലപ്പ് ചെയ്യുന്നത്.
അങ്ങനെ ഉണ്ടാകുന്ന സ്പേംസ് പുറത്തേക്ക് വാസ് എഫറൻഷ്യ എന്ന് പറയുന്ന ട്യൂബ് വഴി പോകുന്നു. അത് യൂറിറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. ആ യൂറിറ്റർ യൂറിനോ ജെനിറ്റൽ ഡക്റ്റായിട്ട് മാറുന്നു. പിന്നെ യൂറിറ്ററിൻ്റെ പ്രോക്സിമൽ പോർഷനിൽ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡുലാർ പോർഷൻ ഉണ്ട്. അത് സെമനെ സെക്രീറ്റ് ചെയ്യും. സ്പേം സെമനുമായിട്ട് മിക്സ്ഡ് ആവും. ദെൻ ഫൈനലി ഈ യൂറിറ്റർ ക്ലോയേക്ക എന്ന് പറയുന്ന പർട്ടിക്കുലർ ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടും. ഇത് കോമൺ ആയിട്ടുള്ളൊരു ചേംബറാണ്. എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റിൻ്റെയും ഡൈജസ്റ്റീവ് പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് പ്രോഡക്റ്റിൻ്റെയൊക്കെ ഒരു കോമൺ ചേംബറാണ്. ഫൈനലി ക്ലോയേക്കൽ അപ്പർച്ചർ വഴി സ്പേം റിലീസ്ഡ് ആവും. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാം. മേജർ കോമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു പെയർ ഓവറീസ് ആണ്. ഈ ഓവറീസിൻ്റെ ലൊക്കേഷൻ ടെസ്റ്റിസ് പോലെ തന്നെയാണ്. ഫീമെയിൽസിൽ അത് കിഡ്നിയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കിഡ്നിയെ കവർ ചെയ്താണ് ഓവറീസ് എന്ന് പറയുന്ന ഫീമെയിൽ കൊണാഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇഷ്ടംപോലെ ചേമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ ചേമ്പേഴ്സിലാണ് ഓവ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഫീമെയിൽ ഗ്യാമേറ്റ് ആയിട്ടുള്ള ഓവൂസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിക്കകത്തുള്ള ചേമ്പേഴ്സിനകത്താണ്. ഫൈനലി ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഓവറിയിൽ നിന്ന് ഓവം പുറത്തേക്ക് റിലീസ്ഡ് ആവും. ഡയറക്റ്റായിട്ട് അത് റിലീസ്ഡ് ആവുന്നത് ബോഡി ക്യാവിറ്റിയിലേക്കാണ്. ബോഡി ക്യാവിറ്റിയിലേക്ക് റിലീസ്ഡ് ആവുന്ന ഓവത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബുലാർ സിസ്റ്റം ഉണ്ട്. അതിനെയാണ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ദ റിലീസ്ഡ് ഓവ ആർ കളക്റ്റഡ് ബൈ ദ ഓവിഡക്റ്റ്. ഈ ഓവിഡക്റ്റും ഓവറിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവം ഡയറക്റ്റായിട്ട് പോകുന്നത് ബോഡി ക്യാവിറ്റിയിലേക്കാണ്. ബോഡി ക്യാവിറ്റിയിൽ നിന്നാണ് ഓവിഡക്റ്റ് ഓവത്തെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പോർഷൻ അതിൻ്റെ ഓവറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ എൻഡിൽ കാണും. ഓവിഡക്റ്റൽ ഫണൽ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഈ ഓവിഡക്റ്റിനകത്തൂടെ ഓവം ട്രാൻസ്ഫേർഡ് ആവും. ട്രാൻസ്ഫേർഡ് ആയിട്ട് അതിൻ്റെ ആ കോഴ്സ് ഓഫ് മൂവ്മെൻറ്റിൽ അതിൻ്റെ ഏറ്റവും ഡിസ്റ്റൽ പോർഷനിൽ എത്തുമ്പോൾ, അതായത് ക്ലോയേക്കയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഉള്ള ആ പർട്ടിക്കുലർ പോർഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. ഓവി സാക്ക് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദ ഡിസ്റ്റൽ പോർഷൻ ഓഫ് ദ ഓവിഡക്റ്റ്. ദിസ് പർട്ടിക്കുലർ പോർഷൻ ഓർ ദ സാക്ക് ലൈക്ക് പോർഷൻ ഈസ് മെൻറ്റ് ഫോർ ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഓവ. അപ്പോൾ ഇവിടെ ഒരു ബൾജിങ് പോലെയാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു സാക്ക് പോലെയുള്ള ഒരു റീജിയൻ ആണ്. അത് ടെമ്പററി ആയിട്ട് ഓവത്തെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ റീജിയൻ ആണ്. ദെൻ ഓവിഡക്റ്റ് ഫൈനലി ക്ലോയേക്കയിലേക്ക് ഓപ്പൺ ആവും. ക്ലോയേക്ക നേരത്തെ തന്നെ പറഞ്ഞു, അതൊരു കോമൺ ചേംബറാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വേസ്റ്റ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രോഡക്ട്സ്, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പ്രോഡക്ട്സ് എല്ലാം ഇവിടേക്കാണ് റിലീസ്ഡ് ആകുന്നത്. അപ്പോൾ ക്ലോയേക്കയിൽ എത്തിയിരിക്കുന്ന ഓവം ഫൈനലി ക്ലോയേക്കൽ അപ്പർച്ചർ വഴി പുറത്തേക്ക് റിലീസ്ഡ് ആവും, വാട്ടറിലേക്ക് റിലീസ്ഡ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്. ഒരു പെയർ ഓവറി റിലീസ് ചെയ്യുന്ന ഓവത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവിഡക്റ്റിന് ഓവത്തെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവി സാക്ക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ പിന്നീട് ക്ലോയേക്കയിലേക്ക് ഡംപ് ചെയ്യപ്പെടുന്നു. ക്ലോയേക്കയിൽ നിന്ന് ഫൈനലി ക്ലോയേക്കൽ അപ്പർച്ചർ വഴി പുറത്തേക്ക് റിലീസ്ഡ് ആവുന്നു. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അതിൻ്റെ അർത്ഥം. എക്സ്റ്റേണൽ മീഡിയം ആയിട്ടുള്ള വാട്ടറിൽ വെച്ചിട്ടാണ് സ്പേമും ഓവും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സെക്ഷുവൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ കോണ്ടാക്ട് ആണ്, അല്ലെങ്കിൽ ആക്ട് ആണ്. മെയിൽ ഹോൾസ് ഫീമെയിൽ ബൈ ദ ഹെൽപ്പ് ഓഫ് നപ്ഷ്യൽ പാർട്ട്. വളരെ സ്ലിപ്പറി ആയിട്ടുള്ളൊരു ശരീരമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്കിന്നാണ് ഫ്രോഗ്സിന് ഉള്ളത്. അപ്പോൾ കോപ്പുലേഷൻ്റെ സമയത്ത് ഫീമെയിലിൻ്റെ ശരീരത്തിൽ ക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നപ്ഷ്യൽ പാഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് മെയിൽസ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നപ്ഷ്യൽ പാഡ് കാണാൻ സാധിക്കും. ഫോർലിംബിലുള്ള ഫസ്റ്റ് ഫിംഗറിലാണ് ഈ നപ്ഷ്യൽ പാഡ് എന്ന് പറയുന്ന സ്വെല്ലിങ് പോലെയുള്ള ആ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോപ്പുലേഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വളരെ പെക്യുലിയർ ആയിട്ടുള്ളൊരു കോപ്പുലേഷനാണ്. ഇവിടെ പെനട്രേഷൻ ഒരു രീതിയിലും ഇല്ല. ഇതിന് ഒരു
പെനിസ് പോലെയുള്ള മെയിൽ ഓർഗൻ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നൊന്നും ഇല്ല. രണ്ടുപേരും ഈ സമയത്ത് ഇങ്ങനെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ക്ലിങ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്തിരിക്കും. സെക്ഷുവൽ ആക്ടിവിറ്റിയുടെ ക്ലൈമാക്സിൽ രണ്ടുപേരും എക്സ്റ്റേണൽ മീഡിയത്തിലേക്ക് വാട്ടറിലേക്ക് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സിനെ റിലീസ് ചെയ്യും. ഇങ്ങനെയുള്ള പെനട്രേഷൻ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ആ സെക്ഷുവൽ ആക്ടിനെ പറയുന്ന പേരാണ് സ്യൂഡോ കോപ്പുലേഷൻ. അപ്പോൾ സ്യൂഡോ കോപ്പുലേഷനാണ് ഫ്രോഗ്സ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ റിലീസ് ചെയ്യുന്നത് ഓവമാണ്. അതിൻ്റെ മുകളിലേക്ക് സ്പേം സ്പ്രേ ചെയ്യപ്പെടും. ഫെർട്ടിലൈസേഷൻ അങ്ങനെ എക്സ്റ്റേണൽ മീഡിയത്തിൽ വെച്ച് നടക്കും. എഗ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ജലാശയങ്ങളിൽ ഇങ്ങനെ ഈ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഈ സമയത്ത് എഗ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണ് ഫ്രോഗ് സ്പോൺ. ഇപ്പോൾ ഇവിടെ ഫ്രോഗ് സ്പോൺ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജെല്ലി കോട്ട് എന്ന് പറയുന്ന ഒരു കവറിങ് ഇതിൻ്റെ എഗ്ഗിന് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ജെല്ലി കോട്ട് ഉപയോഗിച്ചിട്ട് ഈ ഇഷ്ടംപോലെയുള്ള ഓവം അല്ലെങ്കിൽ എഗ്ഗ് എല്ലാം കൂടെ പരസ്പരം ക്ലിങ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഫ്രോഗ് സ്പോൺ. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് അനലൈസ് ചെയ്യാം. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ആണെന്ന് പറഞ്ഞു. എഗ്ഗിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് ലാർവയാണ്. ടാഡ്പോൾ എന്ന് പറയുന്ന ലാർവൽ ഫോമാണ്. ആ ടാഡ്പോൾ എന്ന് പറയുന്ന ലാർവൽ ഫോം എക്സ്ക്ലൂസീവായിട്ട് അക്വാട്ടിക് ഫോമാണ്. അത് ടെയിലുള്ള ഒരു വെറൈറ്റിയാണ്. ഗില്ല് കൊണ്ടാണ് അത് ബ്രീത്ത് ചെയ്യുന്നത്. പിന്നീട് പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് നടന്നിട്ടാണ് ഡ്യുവൽ ലൈഫിന് കേപ്പബിൾ ആയിട്ടുള്ള 2 പെയർ ലിംസ് ഉള്ള ടെയിൽ ഇല്ലാത്ത അഡൾട്ട് ഫ്രോഗ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഡെവലപ്മെൻറ്റൽ ടൈം ലൈൻ, അതിൻ്റെ സീക്വൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്യൂഡോ കോപ്പുലേഷനൊക്കെ നടത്തിയിട്ട് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് എക്സ്റ്റേണൽ മീഡിയത്തിൽ നടക്കുന്നു. മെയിലും ഫീമെയിലും സ്യൂഡോ കോപ്പുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആകുന്നു. എക്സ്റ്റേണൽ മീഡിയത്തിലേക്ക് ഗ്യാമേറ്റ്സിനെ റിലീസ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന എഗ്ഗിന്, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് ഒരു ജെല്ലി കോട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ഏകദേശം 3 തൊട്ട് 12 മണിക്കൂർ ആകുമ്പോഴേക്കിന് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഫസ്റ്റ് ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് എംബ്രിയോയുടെ അല്ലെങ്കിൽ സൈഗോട്ടിൻ്റെ ഡിവിഷനാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. ഏർലി മൈറ്റോട്ടിക് ഡിവിഷൻസിന് പറയുന്ന പേരാണ് ക്ലീവേജ്. അപ്പോൾ 3 തൊട്ട് 12 മണിക്കൂർ ആകുമ്പോഴേക്കിന് ഫസ്റ്റ് ക്ലീവേജ് ഇനീഷ്യേറ്റഡ് ആവും. അങ്ങനെ എംബ്രിയോജെനസിസ് ഇനീഷ്യേറ്റഡ് ആവും. അപ്പോൾ 4 ദിവസമൊക്കെ ആകുമ്പോഴേക്കിന് ടാഡ്പോളിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ടെയിൽ ബഡ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ 6 ദിവസമൊക്കെ ആകുമ്പോഴേക്കിന് ഗിൽസ് ഡെവലപ്പ് ചെയ്യും. ഇത് നേരത്തെ തന്നെ പറഞ്ഞു, എക്സ്ക്ലൂസീവായിട്ട് അക്വാട്ടിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോമാണ്. അപ്പോൾ റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗിൽസ് ഡെവലപ്പ് ചെയ്യും. ഇനീഷ്യലി ഉണ്ടാകുന്ന ആ ഗിൽസിന് ഒരു ഗിൽ കവറിങ് ഒന്നുമില്ല. പക്ഷേ 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കിന് ഓപ്പർക്കുലം എന്ന് പറയുന്ന ഗിൽ കവറിങ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 6 ദിവസം 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കിന് ടെയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫർദർ പ്രൊസീഡ് ചെയ്ത് ഏകദേശം 75 ദിവസമൊക്കെ ആകുമ്പോഴേക്കിന് ഇതിന് ലിംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഫോർ ലിംബും ഹൈൻഡ് ലിംബും ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് ഇത് ഈ ടാഡ്പോൾ അതിൻ്റെ ആ ഫോമിൽ നിന്ന് അഡൾട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ വരെ ഇപ്പോൾ 75 ഡേയ്സ് എന്ന് പറയുന്ന ആ കണ്ടീഷനിൽ വരെ നോക്കുവാണെങ്കിൽ അതിന് ടെയിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് 90 ഡേയ്സ് ഒക്കെ ആകുമ്പോഴേക്കിന് ടെയിൽ ഷോർട്ട് ഉണ്ടാവും. ടാഡ്പോളിൻ്റെ ഫീച്ചേഴ്സൊക്കെ പതുക്കെ നഷ്ടപ്പെട്ട് പോകാൻ തുടങ്ങും. ആ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. റിട്രോഗ്രസീവ് ചേഞ്ചസ് സംഭവിക്കും. പിന്നീട് ഫൈനലി ടെയിലൊന്നുമില്ലാത്ത ലിംഡ് ആയിട്ടുള്ള അഡൽട്ട് ഫ്രോഗ്, ഡ്യുവൽ ലൈഫിന് കേപ്പബിലിറ്റി ഉള്ള ഫ്രോഗ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റഡ് ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ പിക്ചറാണ്, സീക്വൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ കാണാൻ സാധിക്കും. ആദ്യത്തെ സ്റ്റേജസിൽ ടാഡ്പോളിൻ്റെ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്, ഇത്രയൊക്കെ. അത് കഴിഞ്ഞിട്ട് ടാഡ്പോൾ അഡൽട്ട് ഫ്രോഗിൻ്റെ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഹൈൻഡ് ലിംബ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹൈൻഡ് ലിംബും ഫോർ ലിംബും ഉണ്ട്. പിന്നീട് ആ ടെയിലൊക്കെ റെഡ്യൂസ്ഡായി ആ ഡ്യുവൽ ലൈഫിന് കേപ്പബിലിറ്റി ഉള്ള ഫോർ ലിംബും ഹൈൻഡ് ലിംബും ഉള്ള ടെട്രാപോഡ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ആംഫിബിയൻ കാറ്റഗറി ഫൈനലി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോഗിൻ്റെ മെറ്റാമോർഫോസിസ് നടക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക്
ഫ്രോഗിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത്.